ഹലോ ഫ്രണ്ട്സ്, ബ്രൈറ്റ് ഫ്യൂച്ചർ ലേണിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് KS പോലുള്ള എക്സാമുകൾക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 15 കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചോദ്യങ്ങൾ ഞാൻ എടുത്തിട്ടുള്ളത് ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പൊളിറ്റി എന്നൊരു ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും ഈ ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പൊളിറ്റി എന്ന ടെക്സ്റ്റ് UPSC പോലുള്ള ഹൈലി കോമ്പറ്റേറ്റീവായ എക്സാമുകൾക്ക് റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്സ്റ്റാണ്. അപ്പോൾ നമ്മൾ അതിൽ നിന്നും ഒരു 15 ക്വസ്റ്റ്യൻ എടുത്ത് ഇവിടെ ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം ഒന്ന് പരിചയപ്പെടാം. എന്താണ് പറയുന്നത്? കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ കമ്പോസിഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. ഭരണഘടനാ അസംബ്ലിയുടെ രൂപീകരണത്തെ സംബന്ധിച്ച ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക എന്നാണ് പറയുന്നത്. അത് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ്, 4 സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് എന്താണ്? ദ റെപ്രസെന്റേറ്റീവ്സ് വെർ ടു ബി ഇലക്ടഡ് ഫ്രം ദ 4 കോൺസ്റ്റിറ്റ്യൂവൻസ് ഹിന്ദു, മുസ്ലിം, സിഖ് ആൻഡ് ക്രിസ്ത്യൻസ്. ഇതാണ് അവിടെ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്. അതായത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ രൂപീകരണത്തിലേക്ക് നടത്തിയ ഇലക്ഷൻ ഉണ്ടല്ലോ, ആ ഒരു തിരഞ്ഞെടുപ്പിൽ 4 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഹിന്ദു ഉണ്ടായിരുന്നു, മുസ്ലിം ഉണ്ടായിരുന്നു, സിഖ് ഉണ്ടായിരുന്നു, ക്രിസ്ത്യൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഏത് ശരിയാണ് ഏതാണെന്ന് നമുക്ക് വഴിയെ പരിശോധിക്കാം. നമ്മൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കുക. ദ ചെയർമാൻ ഓഫ് ദ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി വാസ് സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പോൾ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ദ ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വാസ് 389. ഓക്കെ, അതായത് ടോട്ടൽ സ്ട്രെങ്ത്, മൊത്തം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ മൊത്തം സ്ട്രെങ്ത് 389 അംഗങ്ങളായിരുന്നു എന്നാണ് പറയുന്നത്. നാലാമത്തെ എന്താണ്? ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ഡോക്ടർ BR അംബേദ്കർ കൺസിസ്റ്റഡ് ഓഫ് 8 മെമ്പേഴ്സ്. അതായത് ഡോക്ടർ BR അംബേദ്കർ ചെയർമാൻ ആയിട്ടുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്ക് കീഴിൽ 8 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആദ്യം നമ്മൾ എന്താണ് ആൻസർ എന്ന് നോക്കുക. ഇവിടെ ആൻസർ ഏതാണ് വരിക? ഇപ്പൊ ഞാൻ പറയുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ ഇതൊന്ന് വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ റൈറ്റ് ആൻസർ കണ്ടെത്താൻ നിങ്ങൾ തന്നെ ശ്രമിക്കുക. അതിനുശേഷം ഞാൻ അതിന്റെ ആൻസർ തരുന്നതാണ്. നിങ്ങളൊരു വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്തോളൂ. ഓക്കെ, എന്നിട്ട് ഈ ആൻസർ ഒന്ന് കണ്ടെത്താൻ ശ്രമിച്ചോളൂ. ഇതിന്റെ ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ക്ലാസ് കൂടെ ഒന്ന് മെമ്മറൈസ് ചെയ്യുന്നത് നന്നായിരിക്കും. നമ്മൾ ആ ക്ലാസ്സിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരിൽ നിന്നൊക്കെയാണ് റെപ്രസെന്റേറ്റീവ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞില്ലേ ആ ക്ലാസ്സിൽ? ആരായിരുന്നു? ഒന്ന് മുസ്ലിം ഉണ്ടായിരുന്നു, സിഖ് ഉണ്ടായിരുന്നു, പിന്നെ ജനറൽ ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ? ജനറൽ അല്ലെങ്കിൽ അതേഴ്സ്. അപ്പൊ മുസ്ലിം, സിഖ് ആൻഡ് അതേഴ്സ് ആണ്. ഹിന്ദു ആൻഡ് ക്രിസ്ത്യൻ എന്ന് പറയുന്ന 2 മതങ്ങളെ അവിടെ നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഹിന്ദു ആൻഡ് ക്രിസ്ത്യൻസ് വരിക എവിടെയാണ്? ഈ അതേഴ്സിൽ അല്ലെങ്കിൽ ജനറൽ ആയിട്ടാണ് വരിക. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പോയി, അത് റോങ് ആണ്. ഇനി രണ്ടാമത്തെ നോക്കൂ. രണ്ടാമത്തെ എന്താണ്? ദ ചെയർമാൻ ഓഫ് ദ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി വാസ് സർദാർ വല്ലഭായ് പട്ടേൽ എന്നാണ് പറയുന്നത്. അതാണോ ശരി? ആരായിരുന്നു യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ? ആരായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വ്യക്തമായി പറഞ്ഞതാണ്, ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഈ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ അല്ലേ? അപ്പം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. പിന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വാസ് 389. അത് ശരിയായ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ? കാരണം മൊത്തം അംഗസംഖ്യ 389 ആയിരുന്നു. 296 ഫ്രം ബ്രിട്ടീഷ് പ്രൊവിൻസ് ആൻഡ് 93 ഫ്രം പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, നാട്ടുരാജ്യങ്ങൾ. അപ്പൊ അത് ടോട്ടൽ 389 അംഗസംഖ്യ അങ്ങനെയാണ് വരുന്നത്. അതായത് ബ്രിട്ടീഷുകാരുടെ പ്രൊവിൻസിൽ നിന്നും 296ഉം പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ നിന്ന്, അതായത് മദ്രാസ് തുടങ്ങിയ കുറെ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നല്ലോ, ആ ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ നിന്ന് എത്രയായിരുന്നു? 93 ഉണ്ടായിരുന്നത്. അങ്ങനെ 389. അപ്പൊ ആ ഒരു മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ നാലാമത്തെ നോക്കാം. ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ഡോക്ടർ BR അംബേദ്കർ കൺസിസ്റ്റഡ് ഓഫ് 8 മെമ്പേഴ്സ്. ഇപ്പം എന്താണ്? ഡോക്ടർ BR അംബേദ്കർ ഉൾപ്പെട്ടിരുന്ന അല്ലെ ചെയർമാൻ ആയിരുന്ന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 8 അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത് ശരിയാണോ? ശരിക്കും എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്? 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് അല്ലെ? അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ ഏതാണ് ശരിയെന്ന് നോക്കാം. ആൻസർ ഏതാണ്? 3 ഓൺലി. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ C ആണ് വരുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ ഫാക്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടെ സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഫസ്റ്റിലത്തെ സ്റ്റേറ്റ്മെന്റിന്
എങ്ങനെയാണ് വരുന്നത്? ദ റെപ്രസെന്റേറ്റീവ്സ് വേർ ടു ബി ഇലക്ടഡ് ഫ്രം 3 പ്രിൻസിപ്പൽ കമ്മ്യൂണിറ്റീസ്. ഫസ്റ്റ് ഏതാണ്? മുസ്ലിം. രണ്ടാമത്തേതാണ് സിഖ് ആൻഡ് അതേഴ്സ് അല്ലെങ്കിൽ ജനറൽ. ഈ 3 പ്രിൻസിപ്പൽ കമ്മ്യൂണിറ്റീസ് ആണ് ഇതിന് ഉണ്ടായിരുന്നത്. ഈ ജനറലിലാണ് ക്രിസ്ത്യൻസും ഹിന്ദുസും വരുന്നത് അല്ലെ? ഹിന്ദു ക്രിസ്ത്യൻ എന്ന് സെപ്പറേറ്റ് എടുത്ത് പറഞ്ഞിട്ടില്ല അവിടെ. ഓക്കെ, അപ്പൊ റെപ്രസെന്റേറ്റീവ്സ് ദാറ്റ് ടു ബി ഇലക്ടഡ് ഫ്രം 3 പ്രിൻസിപ്പൽ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത് മുസ്ലിം, സിഖ് ആൻഡ് അതേഴ്സ് ആണ്. ഹിന്ദു ആൻഡ് ക്രിസ്ത്യൻ എന്നത് അവിടെ ഒരു റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം ഫസ്റ്റ് തെറ്റാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമത്തെ, ചെയർമാൻ ഓഫ് ദ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂന്റ് കമ്മിറ്റി വാസ് ജവഹർലാൽ നെഹ്റു ആണെന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? സർദാർ വല്ലഭായ് പട്ടേലാണ് കോൺസ്റ്റിറ്റ്യൂന്റ് കമ്മിറ്റി യൂണിയൻ ചെയർമാൻ എന്നാണ്. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂന്റ് കമ്മിറ്റിയുടെ ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേൽ ആണെന്നാണ് പറയുന്നത്. അത് തെറ്റല്ലേ? അപ്പോൾ ശരിയായത് ഏതാണ്? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. മൂന്നാമത്തെ എന്താണ് പറയുന്നത്? ദ ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി വാസ് 389. അത് ശരിയാണ്. മൂന്നാമത്തെ നോക്കൂ. ദ പ്രിൻസിലി സ്റ്റേറ്റ്സ് ആൻഡ് ചീഫ് കമ്മീഷണർ പ്രൊവിൻസസ് കോൺട്രിബ്യൂട്ടഡ് 93 and 4 members of the Constituent Assembly, taking the total membership to 389 എന്നാണ് പറയുന്നത് അല്ലെ? ആഫ്റ്റർ ദ പാർട്ടീഷൻ ദ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് കെയിം ഡൗൺ ടു 299. അതായത് അത് എന്താണെന്ന് വെച്ചാൽ അതിപ്പം പാർട്ടീഷന് ശേഷം, അതായത് നമ്മളെ ഈ ഒരു ഇലക്ഷൻ നടന്ന സമയത്ത് 389 ആണ് ഉണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ ഇന്ത്യ വിഭജിച്ചല്ലോ, പാകിസ്ഥാനും ഇന്ത്യയും ആയിട്ട് വിഭജിച്ചു. പിന്നെ പാകിസ്ഥാൻ പ്രൊവിൻഷ്യനിലെ ആളുകളൊക്കെ അങ്ങോട്ട് പോയപ്പം അത് കഴിഞ്ഞിട്ട് 299 ആയി മാറി. അതാണ് ഒരു ഫാക്ട് ആണ്. പക്ഷെ നമ്മൾ ഇവിടെ ചോദ്യമായി പരിശോധിക്കുമ്പോൾ ഈ 389 എന്ന് പറയുന്നതാണ് ശരി. ഓക്കെ, ഇനി നാലാമത്തെ നോക്കൂ. ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ഡോക്ടർ BR അംബേദ്കർ കൺസിസ്റ്റ് ഓഫ് 8 മെമ്പേഴ്സ് എന്നാണ് പറയുന്നത്. അവിടെ അത് തെറ്റാണ്. കാരണം എന്താ വെച്ചാൽ 8 മെമ്പേഴ്സ് ഇല്ല. ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി കംപ്രൈസ്ഡ് ഓഫ് 7 മെമ്പേഴ്സ് ആണ്. 7 അംഗങ്ങളാണ് ഉൾപ്പെടുന്നത്. ഹെൻസ് ദ ഓപ്ഷൻ 3 is the correct answer. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തൊരു ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം ഒന്ന് പരിശോധിക്കാം. രണ്ടാമത്തെ ചോദ്യം എന്താണ് പറയുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് given immediate effect from November 26, 1949. അതായത് 1949 വന്ന വ്യവസ്ഥകൾ, ഭരണഘടനയുടെ ചില വ്യവസ്ഥകളുണ്ടല്ലോ, അതിൽ ഇനി പറയുന്നവ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ് വന്നിട്ടുള്ളത്? നമുക്കത് നോക്കാം. ഇപ്പൊ രണ്ടാമത്തെ ആൻസർ നമുക്ക് ചെക്ക് ചെയ്യാം. ആൻസർ ചെക്ക് ചെയ്യുമ്പോൾ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഡിയിൽ ഏതൊക്കെ ഉൾപ്പെടുന്നത്? 1 സിറ്റിസൺഷിപ്പും 3 ഇലക്ഷൻസും ആണ് വരുന്നത്. ഇപ്പൊ ഇവിടെ താഴെ നമ്മൾ അതിന്റെ സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ദ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു സിറ്റിസൺഷിപ്പ്, ഇലക്ഷൻസ്, പ്രൊവിഷണൽ പാർലമെന്റ് ആൻഡ് ടെമ്പററി and transitional provision came into force with immediate effect from November 26, 1949. ഈ ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് ആയിട്ട് 1949 നവംബർ 26 നിലവിൽ വന്ന പ്രാബല്യത്തിൽ വന്ന ഏതൊക്കെയാണ് ഇവിടെ ഇപ്പൊ പറയുന്നുണ്ട്? ഇലക്ഷൻ ആൻഡ് സിറ്റിസൺഷിപ്പ്. അപ്പൊ അതാണ് കറക്റ്റ് ആയ ആൻസർ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം 3 എന്താണ്? വാട്ട് വാസ് ദ പ്രൊസീജിയർ ഫോളോഡ് ഫോർ ദ അഡോപ്ഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? ഇപ്പൊ 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. 4 ഫസ്റ്റിൽ ഇറ്റ് വാസ് സബ്മിറ്റഡ് ടു പീപ്പിൾ ഓഫ് ഇന്ത്യ ഫോർ റാറ്റിഫിക്കേഷൻ. ഇന്ത്യയിലെ ജനങ്ങളുടെ അംഗീകാരത്തിന് സമർപ്പിച്ചു. ഇറ്റ് വാസ് സബ്മിറ്റഡ് ടു ദ ഗവർണർ ജനറൽ ഫോർ ഹിസ് അസന്റ്. അതായത് ഗവർണർ ജനറലിന്റെ അനുമതിക്ക് സമർപ്പിച്ചു. പിന്നെ ഇറ്റ് വാസ് അഡോപ്റ്റഡ് വെൻ ഇന്ററിം ഗവൺമെന്റ് അപ്രൂവ്ഡ്. ഇന്ററിം ഗവൺമെന്റ്, അതായത് ഇടക്കാല ഗവൺമെന്റിന്റെ അനുമതി ലഭിച്ചപ്പോൾ അംഗീകരിച്ചു. ഇറ്റ് വാസ് അഡോപ്റ്റഡ് വെൻ ഇറ്റ് റിസീവ്ഡ് ദ സിഗ്നേച്ചർ ഓഫ് പ്രസിഡന്റ് ആൻഡ് അതർ മെമ്പേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലുള്ള മറ്റ് അംഗങ്ങളുടെയും പ്രസിഡന്റിന്റെയും സിഗ്നേച്ചർ ലഭിച്ചപ്പോൾ അത് അംഗീകരിച്ചു. എന്താണ് സംഭവിച്ചത്? നമുക്ക് അതിന്റെ ആൻസർ ഒന്ന് ചെക്ക് ചെയ്യാം. ആൻസർ ഡി ആണ്. ഇറ്റ് വാസ് അഡോപ്റ്റഡ് വെൻ ഇറ്റ് റിസീവ്ഡ് ദ സിഗ്നേച്ചർ ഓഫ് ദ പ്രസിഡന്റ് ആൻഡ് മെമ്പർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. അപ്പൊ മൂന്നാമത്തെ എന്താണ്? ABC എന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, റോങ് ആണ്. നാലാമത്തെ ഡി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ് ശരിയായത്. ഇറ്റ് വാസ് അഡോപ്റ്റഡ് വെൻ ഇറ്റ് റിസീവ്ഡ് ദ സിഗ്നേച്ചർ ഓഫ് ദ പ്രസിഡന്റ് ആൻഡ് ദ മെമ്പേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. നാലാമത്തെ ചോദ്യം, ഹു അമംഗ് ദ ഫോളോയിങ് വാസ് ദ ചെയർമാൻ ഓഫ് ദ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ബി ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ നാലാമത്തെ റിലേറ്റഡ് ഫാക്ട് ചെക്ക് ചെയ്യുമ്പോൾ എന്താണ്? ഭരണഘടനാ നിർമ്മാണത്തിന്റെ വിവിധ ചുമതലകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഭരണഘടനാ അസംബ്ലി തന്നെ കുറച്ച് ആളുകളെ, കുറച്ച് കമ്മിറ്റികൾ ഉണ്ടാക്കി ആളുകളെ നിയോഗിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ടുള്ള 8 കമ്മിറ്റികൾ വരുന്നുണ്ട്. ആ 8 കമ്മിറ്റികൾക്ക് ഓരോ അധ്യക്ഷന്മാരുണ്ട്. പിന്നെയുള്ള വരുന്നത് എന്താണ്? മൈനർ കമ്മിറ്റീസ് ആണ്.
ആ മൈനർ കമ്മിറ്റീസ് അധികമാണ്. ഇവിടെ നമ്മൾ ചോദിച്ചിട്ടുള്ള 8 കമ്മിറ്റിയിലെ ഇതാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8 കമ്മിറ്റിയിലെ അധ്യക്ഷന്മാർ ആരൊക്കെയാണ് അത് നമുക്ക് നോക്കാം. യൂണിയൻ പവർ കമ്മിറ്റിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ് വരുന്നത്. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷനും ജവഹർലാൽ നെഹ്റു ആണ്. പിന്നീട് വരുന്ന ആരാണ്? പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയിൽ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേലാണ് വരുന്നത്. പിന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അത് എല്ലാവർക്കും അറിയുന്നതല്ലേ, ബി ആർ അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫണ്ടമെന്റൽ റൈറ്റ്സിലെ അഡ്വൈസറി കമ്മിറ്റിയിൽ വരുന്നതും മൈനോറിറ്റീസ് ആൻഡ് ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയാസ് വരുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ്. പിന്നെ വരുന്ന റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി അതിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് വരുന്നത്. പിന്നെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വരുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. സ്റ്റേറ്റ് കമ്മിറ്റി ഫോർ നെഗോഷിയേറ്റിംഗ് വിത്ത് സ്റ്റേറ്റ്സ് അതിൽ വരുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. പിന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റി നമുക്കറിയാം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് വരുന്നത്. ഇതിലിപ്പം 3 കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് വരുന്ന ആരാണുള്ളത്? ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ഏതൊക്കെ വരുന്നത്? യൂണിയൻ പവേഴ്സ് കമ്മിറ്റിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ്. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിന്റെ അധ്യക്ഷനും ജവഹർലാൽ നെഹ്റു ആണ്. പിന്നെ വരുന്നതാണ് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ കമ്മിറ്റീസ് ഫോർ നെഗോഷിയേറ്റിംഗ് വിത്ത് സ്റ്റേറ്റ്സ് ജവഹർലാൽ നെഹ്റു ആണ്. ഇത് എളുപ്പത്തിൽ ഓർക്കാൻ വേണ്ടി നിങ്ങൾ കമ്മിറ്റിയിൽ മൂന്ന് കമ്മിറ്റി വരിക. അതിൽ ഏതൊക്കെയാണ്? യൂണിയൻ പവർ, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പിന്നെ സ്റ്റേറ്റ് കമ്മിറ്റി. അപ്പം ജവഹർലാൽ നെഹ്റു നല്ല പവർഫുൾ ആയുള്ള ഒരാളാണോ എന്ന് ഓർക്കുക. അപ്പൊ എന്താ ഈ യൂണിയൻ പവർ എവിടെയാണ്? ജവഹർലാൽ നെഹ്റു. പവർ ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യിലാണ്. അപ്പം യൂണിയൻ പവർ കമ്മിറ്റി എന്നത് ജവഹർലാൽ നെഹ്റു. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി എന്ന് പറയുന്നതും കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ജവഹർലാൽ പ്രവർത്തിച്ചു. കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി വരുന്ന എവിടെയാണ്? ജവഹർലാൽ നെഹ്റു. അതും ഓർക്കുക. പിന്നെ വരുന്ന സ്റ്റേറ്റ് കമ്മിറ്റി, അത് സിമ്പിൾ അല്ലേ. സ്റ്റേറ്റ് കമ്മിറ്റി വരുന്ന കമ്മിറ്റി ഫോർ നെഗോഷിയേറ്റിംഗ് വിത്ത് സ്റ്റേറ്റ്. അപ്പൊ 3 കമ്മിറ്റിയിൽ ജവഹർലാൽ നെഹ്റു ആണ് അധ്യക്ഷൻ. പിന്നെ വരുന്ന ഏതാണ്? സർദാർ വല്ലഭായ് പട്ടേൽ 2 കമ്മിറ്റിയിൽ വരുന്നത്. ഇതൊക്കെയാണ് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, സർദാർ വല്ലഭായ് പട്ടേൽ വരുന്നുണ്ട്. പിന്നെ എവിടെ വരുന്നത്? അഡ്വൈസറി കമ്മിറ്റീസ് ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൈനോറിറ്റീസ് ആൻഡ് ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയാസ് ഇതിൽ സർദാർ വല്ലഭായ് പട്ടേൽ വരുന്നത്. അപ്പൊ 2 കമ്മിറ്റിയിൽ സർദാർ വല്ലഭായ് പട്ടേൽ വരുന്നുണ്ട്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വരുന്നുണ്ട് 2 കമ്മിറ്റിയിൽ അല്ലെ. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വരുന്നുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റി നമുക്ക് അറിയുന്നതാണ്, കാരണം സ്റ്റിയറിംഗ് രാജേന്ദ്ര പ്രസാദിന്റെ കയ്യിലാണെന്ന് അങ്ങ് ഓർത്താൽ മതി. സ്റ്റിയറിംഗ്. പിന്നെ പിന്നെ വരുന്ന 8ാമത് നമുക്ക് അറിയുന്നത് തന്നെയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. അത് ബി ആർ അംബേദ്കർ ആണ്. അത് ഓൾറെഡി തന്നെ നമുക്കറിയാം. അപ്പൊ ഇത്രയും കമ്മിറ്റി ആണ് വരുന്നത്. ഇവരെ അധ്യക്ഷന്മാരും ഇവരൊക്കെ തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം നോക്കാം. 5ാമത്തെ ചോദ്യം എന്താണ്? ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആസ് ഫ്രെയിംഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വാസ് ഫൈനലി അഡോപ്റ്റഡ് ആൻഡ് ഇനാക്റ്റഡ് ഓൺ. എന്താണ് പറയുന്നത്? ഭരണഘടനാ അസംബ്ലി രൂപപ്പെടുത്തി ഇന്ത്യൻ ഭരണഘടന ഒടുവിൽ അംഗീകരിച്ച് നടപ്പിലാക്കിയത് എന്നാണ്. ആൻസർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ സി ആണ് ആൻസർ വരുന്നത്. 26 നവംബർ 1949. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുള്ളൂ ഈ 26 നവംബറിന്റെ കാര്യം അല്ലേ. അപ്പൊ അതിന്റെ റിലേറ്റഡ് ഫാക്ട് കൊടുത്തു നോക്കാം. എന്താണ് റിലേറ്റഡ് ഫാക്ട്? ദ കറക്റ്റ് ആൻസർ ഈസ് നവംബർ 26, 1949 ആണ്. ഓക്കെ. ഇപ്പം 6ാമത്തെ എന്താണ് പറയുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് കമ്മിറ്റീസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വാസ് ചെയർഡ് ബൈ ജെ.ബി. കൃപലാനി? ജെ.ബി. കൃപലാനി അധ്യക്ഷനായിരുന്ന കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ കമ്മിറ്റി ഏതായിരുന്നു? അതാണ് ചോദിക്കുന്നത്. ഏതായിരുന്നു കമ്മിറ്റി? നമുക്ക് നോക്കാം. ഏതാണ്? ബി, ഫണ്ടമെന്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി. ഇപ്പൊ 7ാമത്തെ എന്താ പറയുന്നത്? ദ മെമ്പേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വേർ, അതായത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ അംഗങ്ങൾ എങ്ങനെയായിരുന്നു തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നാണ് ചോദിക്കുന്നത്. ഉത്തരമായിട്ട് കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് ശരിയെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ നമ്മൾ ആ ഓപ്ഷൻസ് ഒന്ന് വായിക്കാം. ഓപ്ഷൻസ് ഏതാ? എ, ഡയറക്ട്ലി ഇലക്റ്റഡ് ബൈ ദ പീപ്പിൾ, ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുത്തു. നോമിനേറ്റഡ് ബൈ ദ ഗവർണർ ജനറൽ നോമിനേറ്റ് ചെയ്തു. പിന്നെ ഇലക്റ്റഡ് ബൈ ദ ലെജിസ്ലേച്ചർ ഓഫ് വേരിയസ് പ്രൊവിൻസസ്, വ്യത്യസ്ത പ്രവിശ്യകളിലെ നിയമനിർമ്മാണ സഭകൾ. ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണ സഭകൾ തെരഞ്ഞെടുത്തു. പ്രിൻസ്ലി സ്റ്റേറ്റ്സിലെ, അതായത് നാട്ടുരാജ്യങ്ങളുടെ ഹെഡ് ഓഫ് ദ മെമ്പേഴ്സ് ഉണ്ടല്ലോ, തലവന്മാര് നോമിനേറ്റ് ചെയ്തു. ഈ നോമിനേറ്റഡ് ബൈ ദ കോൺഗ്രസ് ആൻഡ് ദ മുസ്ലിം ലീഗും കോൺഗ്രസും നോമിനേറ്റ് ചെയ്തു. ഓക്കെ. അപ്പം ആൻസർ എന്ന് പറയുന്നത് ഇലക്റ്റഡ് ബൈ ദ ലെജിസ്ലേറ്റർ ഓഫ് വേരിയസ് പ്രൊവിൻസസ് ആൻഡ് നോമിനേറ്റഡ് ബൈ ദ റൂളേഴ്സ് ഓഫ് ദ പ്രിൻസ്ലി സ്റ്റേറ്റ്. എന്താണ് ശരിയായ ആൻസർ? എന്താണ്? അതായത് വ്യത്യസ്ത പ്രവിശ്യകളിലെ നിയമനിർമ്മാണ സഭകൾ വഴി ഇലക്ട് ചെയ്യപ്പെട്ടു. പിന്നെ എന്താണ്? പ്രിൻസ്ലി സ്റ്റേറ്റിലെ ഹെഡ് നോമിനേറ്റ് ചെയ്തു. ഇങ്ങനെയാണ് അംഗങ്ങൾ 389 അംഗങ്ങൾ ഉണ്ടായിരുന്നു പറഞ്ഞില്ല, അതെങ്ങനെയാണ് വരുന്നത് അംഗങ്ങൾ. ഓക്കെ. അപ്പൊ അതിന്റെ റിലേറ്റഡ് ഫാക്ട് നോക്കാം. The representatives of each community were to be elected by the members of that community in the provincial legislative assembly, and voting was to be by the method of
പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ബൈ ദ മീൻസ് ഓഫ് ദ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട്. ഓരോ സമുദായത്തിന്റെ പ്രതിനിധികളെ പ്രവിശ്യ നിയമസഭയിൽ ആ സമുദായത്തിലെ അംഗങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. കൂടാതെ ഒറ്റത്തവണ കൈമാറ്റം ചെയ്യാവുന്ന വോട്ടിലൂടെ ആനുപാതിക പ്രാതിനിധ്യത്തിന്റെ രീതിയിലാണ് വോട്ടെടുപ്പ് നടത്തേണ്ടത്. ഓക്കെ. നാട്ടുരാജ്യങ്ങളുടെ പ്രതിനിധികളെ നാട്ടുരാജ്യങ്ങളുടെ തലവന്മാര് നാമനിർദ്ദേശം ചെയ്യണം. പിന്നെന്താണ്, ഭരണഘടന അസംബ്ലി ഭാഗികമായി തെരഞ്ഞെടുക്കപ്പെട്ടതും ഭാഗികമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതുമായ ഒരു ബോഡി ആയിരിക്കേണ്ടതാണ്. പിന്നെന്താണ് പിന്നെന്താ പറയുന്നത്, അടുത്തെന്താ പറയുന്നത്, മോറോവർ ദ മെമ്പേഴ്സ് were to be indirectly elected by the members of the provincial assemblies. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 8ാമത്തെ ചോദ്യം എന്താന്ന് നോക്കാം കേട്ടോ. Who among the following was the constitutional advisor to the constituent assembly? താഴെ തന്നിരിക്കുന്നതിൽ ആരായിരുന്നു ഭരണഘടനാ ഉപദേഷ്ടാവ്? കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഭരണഘടനാ ഉപദേഷ്ടാവ് ആരായിരുന്നു എന്നാണ് ചോദ്യം. ഇതിന്റെ ആൻസറും റിലേറ്റഡ് ഫാക്റ്റും ഒന്ന് നോക്കാം. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ശരിക്കും സർ BN റാവു ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ആൻസർ ചെക്ക് ചെയ്യാം, അതിന്റെ ഫാക്റ്റും ചെക്ക് ചെയ്യാം. ഓക്കെ, ആൻസർ സർ BN റാവു തന്നെയാണ്. ഓക്കെ, അതിന്റെ ഫാക്ട്, റിലേറ്റഡ് ഫാക്ട് നോക്കുകയാണെങ്കിൽ ഓൺ December 11th, 1946, Dr. Rajendra Prasad and H.C. Mukherjee were elected as the President and Vice President of the Assembly respectively. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്ഥിര അധ്യക്ഷനായിട്ടും HC മുഖർജി വൈസ് പ്രസിഡന്റ് ആയിട്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 9ാമത്തെ ചോദ്യം നോക്കാം. 9ാമത്തെ ചോദ്യം എന്താണ്? കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് പരിഗണിക്കുക അല്ലെങ്കിൽ പരിശോധിക്കുക. ഓക്കെ, ഫസ്റ്റ് ചോദ്യം എന്താണ്? ടൈഗർ വാസ് അഡോപ്റ്റഡ് ആസ് സിംബൽ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സിംബൽ ആയിട്ട് ടൈഗറിനെ അഡോപ്റ്റ് ചെയ്തു. ഓക്കെ. രണ്ടാമത്, പ്രേം ബിഹാരി നരേൻ റെയ്സാദ വാസ് ദ കാലിഗ്രാഫർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇന്ത്യൻ ഭരണഘടന കാലിഗ്രാഫർ പ്രേം ബിഹാരി നരേൻ റെയ്സാദയായിരുന്നു. ഇതിൽ ഏതാണ് ശരി? വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ അബവ് ഈസ് ആർ കറക്റ്റ്? മുകളിൽ നൽകിയിരിക്കുന്ന ചോദ്യം സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് ശരി? 2 ഓൺലി ആണ് ശരി, 2 മാത്രമാണ് ശരി. അതിന്റെ സ്റ്റേറ്റ്മെന്റ് ദ കറക്റ്റ് ആൻസർ ഇസ് ബി, അത് മാത്രമാണ് ശരി. ഇനി നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹൂ among the following moved the objectives resolution in the constituent assembly? ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അതാ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സർ BN റാവു, ഡോക്ടർ BR അംബേദ്കർ, ജവഹർലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ്. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ വ്യക്തമായിട്ട് അത് വിശദീകരിച്ചിരുന്നു. അതായത് അവസാനം നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്ന എവിടെയാണ്? ഈ ഒരു ലക്ഷ്യപ്രമേയം എന്നൊരു സ്ലൈഡ് കാണിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത്, ക്ലാസ് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ വ്യക്തമായി പറഞ്ഞു ആരായിരുന്നു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. എവിടെയാണ്? ഡൽഹിയിൽ അസംബ്ലി ഹാളിൽ വെച്ചിട്ട് ആണ് അവതരിപ്പിക്കുന്നത്. ഓക്കെ, നമുക്ക് ആൻസർ ഒന്ന് ചെക്ക് ചെയ്യാം. ആൻസർ ജവഹർലാൽ നെഹ്റു തന്നെയാണ്. ഓക്കെ, അതിന്റെ റിലേറ്റഡ് ഫാക്ട് കൂടെ ഒന്ന് നോക്കാം. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ വാസ് പാസ്ഡ് ബൈ ജവഹർലാൽ നെഹ്റു ഓൺ 13th December 1946. 1946 ഡിസംബർ 13-നാണ് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്. ഇൻ ദ ഫസ്റ്റ് സെഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, അതായത് ഭരണഘടനാ അസംബ്ലിയുടെ ആദ്യത്തെ സെക്ഷനിൽ തന്നെയാണ് ഈ ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്. അത് എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നുണ്ട്. എങ്ങനെയാണത്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ലൈക്ക് ഇന്ത്യ ഷുഡ് ബി എ ഡെമോക്രാറ്റിക്, ഇന്ത്യ എന്തായിരിക്കണം? ജനാധിപത്യ രാജ്യമായിരിക്കണം. സോവറിങ്, പരമാധികാര രാജ്യമായിരിക്കണം. അപ്പൊ നമ്മൾ എന്താണ്, ഇനി മുതൽ പരമാധികാരം നമുക്ക് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. റിപ്പബ്ലിക് സ്റ്റേറ്റ് ആയിരിക്കണം. പിന്നെ കൺസെപ്റ്റ് ഓഫ് ഫെഡറലിസം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിനൂടെ അധികാരം വരുന്ന രീതിയിലുള്ള ഫെഡറലിസം, ആ ഒരു ആശയം ഉണ്ടായിരിക്കണം. സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഫ്രീഡം, ഇതൊക്കെ ഉണ്ടായിരുന്നു. ലിബർട്ടി, സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. ആൻഡ് വെൽഫെയർ സ്റ്റേറ്റ് പ്രിൻസിപ്പിൾസ് വെർ ഓൾസോ ഇൻസ്റ്റിൽഡ്. 11ാമത്തെ ചോദ്യം എന്താണ് പറയുന്നത്? കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ പരിശോധിക്കുക അല്ലെ പരിഗണിക്കുക. എന്താണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ വാസ് ഇലക്ടഡ് ആസ് ദ പ്രൊവിൻഷ്യൽ പ്രസിഡന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പ്രൊവിൻഷ്യൽ പ്രസിഡന്റ് ആയിട്ട് സച്ചിദാനന്ദ സിൻഹ തെരഞ്ഞെടുക്കപ്പെട്ടു. HC മുഖർജി വാസ് ഇലക്ടഡ് ആസ് വൈസ് പ്രസിഡന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ട് HC മുഖർജി ഇലക്ട് ചെയ്യപ്പെട്ടു. ഓക്കെ, തെരഞ്ഞെടുക്കപ്പെട്ടു. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ അബവ് ഈസ് ആർ കറക്റ്റ്? മുകളിൽ നൽകിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിലെ
ഏതെല്ലാമാണ് ശരിയായത്? ഇവിടെ ബോത്ത് 1 and 2 സി ആയിരിക്കും ആൻസർ വരിക. റിലേറ്റഡ് ഫാക്ട് ഡോക്ടർ സച്ചിദാനന്ദ് സിൻഹ പ്രൊവിൻഷ്യൽ പ്രസിഡന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആൻഡ് HC മുഖർജി വൈസ് പ്രസിഡന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. ഇത് നമ്മൾ നേരത്തെയും ഒരു സ്ലൈഡിൽ കാണിച്ചിരുന്നു. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വ്യക്തമായി പറഞ്ഞിരുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് നോക്കാം. 12ാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. 12ാമത്തെ ചോദ്യം എന്താ പറയുന്നത്? കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. The Constitution of India did not make any provision with respect to an authoritative text of the Constitution in Hindi language. എന്താണ് പറയുന്നത്? യഥാർത്ഥത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയുടെ ഹിന്ദി പതിപ്പ് അത് 1950 ട്രാൻസ്ലേഷൻ നടന്നിട്ടുണ്ട്, 1950. പക്ഷേ ആക്ച്വലി 1987 58th അമെൻമെൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റിലൂടെയാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതിൻ്റെ ഒരു ആധികാരികമായിട്ടുള്ള ഇതിൻ്റെ ഒരു ടെക്സ്റ്റ് സംബന്ധിച്ചിട്ടുള്ളൊരു വ്യവസ്ഥ കൊണ്ടുവരുന്നത്. എപ്പോഴാണ്? 1987 58th അമെൻമെൻറ്റിൽ. above is are correct. ഇതിൽ ഏതാണ് മുകളിൽ തന്നിരിക്കുന്ന 2 പ്രസ്താവനകളിൽ ഏതെല്ലാമാണ് ശരിയെന്നാണ് ചോദിക്കുന്നത്? വൺ ഓൺലി. ഓക്കെ, ശരിയാണ്. അതിൻ്റെ റിലേറ്റഡ് ഫാക്ട് നോക്കാം. ദ കറക്റ്റ് ആൻസർ ഈസ് എ. ഒറിജിനലി ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡിഡ് നോട്ട് മേക്ക് എനി പ്രൊവിഷൻ വിത്ത് റെസ്പെക്ട് to an authoritative text of the constitution in Hindi language. Later, a provision in the regard was made by the 58th constitutional amendment. അപ്പോൾ 12 കഴിഞ്ഞു. ഇനി then we can go to the next slide. 13ാമത്തെ സ്ലൈഡ് എന്താ പറയുന്നത്? കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. താഴെ തന്നിരിക്കുന്നത് പരിഗണിക്കുക. The president shall cause to be published under his authority the translation of the combination in Hindi language. ഭരണഘടനയുടെ ഈ ഹിന്ദി പതിപ്പില്ലേ, ഹിന്ദി പതിപ്പും പ്രാബല്യത്തിൽ വരുത്തണം എന്നുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ ഇപ്പോൾ ഒരു ഭരണഘടനയിൽ ഈ അമെൻമെൻ്റ് ഒക്കെ ചെയ്യുമ്പം ഇംഗ്ലീഷിൽ ഭരണഘടനയിൽ ഉണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളും അതിൻ്റെ ഹിന്ദി പതിപ്പിലും പ്രസിദ്ധീകരിക്കണം. അത് രാഷ്ട്രപതി തൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു മാറ്റം കൊണ്ടുവരാനുള്ള തീരുമാനം കൈക്കൊള്ളണം. ഓക്കെ, രാഷ്ട്രപതിയുടെ അധികാരത്തിന് കീഴിലാണ് ഇതൊക്കെ വരുന്നത്. ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അതിലിപ്പോൾ ഏതാണ് ശരി, അതിൽ ഏതാണ് ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, അതിൽ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ 1ഉം 2ഉം ശരിയാണ്. അപ്പം 13ാം സ്ലൈഡ് കഴിഞ്ഞു. ഇനി we can go to next slide. Okay, the 14th one. 14th one എന്താ പറയുന്നത് വെച്ചാൽ, in pursuance of which of the following article of the constitution published an authoritative text of the constitution in Hindi language. എന്താ പറയുന്നത് വെച്ചാൽ, താഴെ കുറച്ച് ആർട്ടിക്കിൾ തന്നിട്ടുണ്ട്. ABCD എന്ന് പറഞ്ഞ കുറച്ച് ആർട്ടിക്കിൾ തന്നിട്ടുണ്ട്. ഈ ആർട്ടിക്കിളിൽ ഏതിന്റെ ബേസിലാണ് നമ്മൾ ഹിന്ദി ലാംഗ്വേജിലേക്കുള്ള പരിവർത്തനം സാധ്യമാകുന്നത്? അതൊന്ന് നമുക്ക് പരിശോധിക്കാം. അത് ആർട്ടിക്കിൾ 394A ആണ്. Then we can go to the next slide, the 15th one. That would be the last slide. Okay, 15th slide. What it's saying? Which of the following parts of the constitution in India deals with the authoritative text of the constitution in Hindi language? നമ്മൾ നേരത്തെ ഏതാണ് ആർട്ടിക്കിൾ എന്നാണ് ചോദിച്ചത്. അതായത് ഈ ട്രാൻസ്ലേഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചത്. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാർട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഒന്നുകൂടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ അത് കൊടുത്തതാണ്. ഇതിൽ പാർട്ട് ഏതാണ് വരുന്നത്? ഇതിൽ D ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, പാർട്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട് ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിലോ, റിലേറ്റഡ് ഫാക്ട് പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ 394A പ്രകാരമാണ് ഈ ഒരു ട്രാൻസ്ലേഷൻ, അതായത് ഇംഗ്ലീഷ് പതിപ്പിന്, ഭരണഘടനയുടെ ഇംഗ്ലീഷ് പതിപ്പിൻ്റെ ഹിന്ദി ട്രാൻസ്ലേഷൻ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടുന്നത് ആർട്ടിക്കിൾ 394A പ്രകാരമാണ്. അതിൻ്റെ പാർട്ട് എന്ന് പറയുന്നത് പാർട്ട് 22 ആണ് വരുന്നത്. ഓക്കെ, സോ ഫ്രണ്ട്സ്, വി ഹാവ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് 15 questions here. So don't miss and skip the class. Watch fully. And if you like this class, please share to your friends or beloved one. Okay, friends, this is the time for wind up the class. So we will see in next class. Okay, bye bye.